ജനറേറ്ററും ഡീസലും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യുമല്ലോ അല്ലേ? പിന്നെ അതൊക്കെ അറേഞ്ച് ചെയ്തോളാം. നിങ്ങൾ നേരത്തിന് അങ്ങോട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഞാൻ നോക്കല. നിന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞോ? ഇല്ല. എടാ, നിനക്ക് നമ്മുടെ കൂടെ പണ്ട് അമേരിക്കയിൽ പരിപാടിക്ക് വന്നിട്ട് അവിടെ മുങ്ങിയ ഒരു ഗിറ്റാറിസ്റ്റിനെ ഓർമ്മയുണ്ടോ? ആ, പ്രിൻസ് 1-2 സീസണിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവൻ തന്നെ. അവനിപ്പോൾ അവിടെ നല്ല നിലയിലാണ്. പ്രിൻസ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അമേരിക്കയിൽ ഒരു ഷോയുടെ കാര്യം സംസാരിക്കാൻ. പിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനൊരു പ്ലാനുണ്ട്. എന്നെ തൽക്കാലം നീ ഇതാരോടും പറയണ്ട. നീ എന്തായാലും ഒന്നുകൂടി അമേരിക്കയ്ക്ക് പോകാൻ ഒരുങ്ങിക്കോ. ഇത് നിനക്ക് തരാൻ പ്രിൻസ് കൊടുത്തു വിട്ടതാ. പഴയതാണെങ്കിലും നല്ല വില കൂടിയ ഫോണാണ്. US വിസ വിചാരിക്കത്ര എളുപ്പമല്ല. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ കഴിഞ്ഞ 6 മാസത്തിനകം വലിയ വലിയ വിഡ്രോയൽസ് ഉണ്ട്. ഞങ്ങളുടെ മൂന്നാറിലുള്ള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അറിയാലോ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. ഈ വിസിറ്റായിട്ട് മലേഷ്യയിലോ സ്റ്റുഡന്റ് വിസ ആയിട്ട് ഓസ്ട്രേലിയയോ ഒക്കെ നോക്കിയാൽ പോരെ? പോരാ, US വിസ തന്നെ വേണം. അവിടെ ആകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട്. ഗ്രീൻ കാർഡ് കിട്ടാനും വിസ കാറ്റഗറി നോക്കാതെ വർക്ക് കിട്ടാനും ഒക്കെ എളുപ്പം അവിടെയാണ്. കിട്ടാൻ സാധ്യതയുള്ള രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ. ഒരു തവണ റിജക്റ്റ് ആയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആവും. പ്രിൻസ് വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. അതത്ര പ്രാക്ടിക്കൽ അല്ല. ഈ പറയുന്ന പ്രിൻസ് പോലും അവിടെ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നത്. റെക്കോർഡിക്കലി വേറെ ആരെങ്കിലും ആയിരിക്കും സ്പോൺസർ. ചായ? ഇങ്ങനെയാണോ ചായ കൊണ്ടുവരുന്നത്? എനിക്കതിന് 2 കൈകളുള്ളൂ സാറേ. ആദ്യം ബെല്ലടിക്കണം. അപ്പോൾ ഞാൻ കമ്മിൻ എന്ന് പറയും. എനിക്കതിന് ഇതുകൊണ്ട് കോളിമ്പലടിക്കാൻ എത്തൂല സാറേ. ഫണ്ണി കൈ. ചായ കുടി. അതെ, കുറച്ച് റിസ്കാ, ചെലവ് കൂടും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പറ, വേറെ ഏജന്റിനെ നോക്കാം. ഏയ്, അതൊന്നുമില്ല, നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. സൗമ്യ, ഇവിടെയുള്ള ചായപാത്രം എന്തേടി? ആ, എനിക്കൊന്നും അറിയത്തില്ല. ഇതെന്താ പുതിയ പരിപാടി? ഇതെന്താ പുതിയ പരിപാടി? ഇന്നലെ പ്രിൻസ് വിളിച്ചായിരുന്നു. അവൻ്റെ ഫ്രണ്ട് ഒരു പുതിയ പടം എടുക്കുന്നുണ്ട്. അതിനകത്ത് പാടാൻ ഒരു ചാൻസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ തൊണ്ട ശരിയാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. സിനിമ പാടാനാ? അമേരിക്കൻ ട്രിപ്പ്, സിനിമ. പ്രിൻസിന് എന്താ പെട്ടെന്നൊരു സ്നേഹം? ട്രൂപ്പിലുള്ളപ്പോഴേ അവനൊരു ആരാധകനാ. നാട്ടിലൊരു പെണ്ണിന്റെ പുറകെ കിടന്ന് പ്രശ്നമായപ്പോൾ അമേരിക്കയിലേക്ക് മുങ്ങിയതാ. നല്ല കാലം വരുന്നെന്ന് ഏത് വഴിക്കാന്ന് പറയാൻ ഒക്കില്ല. ഇനി സിനിമയെ പാടി ആ പാട്ട് കിട്ടായല്ലേ? ആ നാക്കോളച്ചൊന്ന് പറയടി, നിനക്കും കൂടെ ഗുണമുള്ള കാര്യമല്ലേ. ഉല്ലാസേ, ജലഗണങ്ങളിൽ മഴവില്ല് കാണുന്നുണ്ടോ? വിബ്ജിയോർ ഡീ, നീ വേഗം കഴിച്ച് റെഡിയാവാൻ നോക്കിയേ. അമ്മയ്ക്ക് ഉടനെ തന്നെ വിദേശയാത്ര യോഗ ഉണ്ടെന്ന്. ആ, നിന്റെ അച്ഛന് വേറെ കല്യാണം ഉണ്ടോ നോക്ക്. ജാതകത്തിൽ 3 കല്യാണം ഉള്ള ആളാ. അച്ഛന്റെ ജാതകത്തിൽ 3 കല്യാണം ഉണ്ടോ? നീ അമ്മയുടെ കൂടെ കുടിക്കും. ഈ ഗ്ലാസ് കൊണ്ട് എത്തി വെച്ചേ. അമ്മ ഒന്ന് ഗ്ലാസ് കൊണ്ട് വെച്ച്. എന്നാ പിന്നെ ഞാൻ കൊണ്ട് വെച്ചാ പോരെ, ചിലടി മേടിച്ചിക്കോ. അതെ അച്ഛാ, സ്കൂളത്തെ പ്രിൻസിപ്പാൾ അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. നീ ഒന്ന് ചെല്ല്. അച്ഛനെ അല്ലേ കാണണമെന്ന് പറഞ്ഞേ? ആ, നാളെ പോവാം. നല്ല കൊള്ളത്താ പരിപാടി. പോകുന്ന വഴി കയറിക്കോളാം. പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് സാമ്പത്തിക സർവേ. പാവപ്പെട്ടവൻ്റെ ഗുണമില്ല.
ഈ വർഷം എന്തായാലും സാറിന്റെ കല്യാണം നടത്തണം. മാട്രിമോണിയലാർ വെബ്സൈറ്റിൽ ഫോട്ടോ മാറ്റിയിട്ട് ഒരു അനക്കവും ഇല്ല. ഒരു 10,000 രൂപ അടച്ചാ 5-6 പെമ്പിള്ളേർ അഡ്രസ്സ് തരാൻ തോന്നുന്നു. ഈ പറഞ്ഞ 15,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ചെന്ന് കണ്ട എല്ലാ പെണ്ണു വീട്ടുകാരും സാറിന് വേണ്ടാന്ന് വെച്ചത്. കാശല്ല, കലയെ സ്നേഹിക്കുന്നൊരു പെണ്ണ്, അതാണ് എനിക്ക് ആവശ്യം. ആണോ? എന്നാലേ കാസർഗോഡേ ബന്ധുളിക്കലൊരു പെണ്ണുണ്ട്. ചേട്ടാ, ചേട്ടന് വേണം ഞാൻ ഇവിടുന്ന് ഒരു ചായയും കടിയും മേടിച്ചു തരാം. അതിനുവേണ്ടി കാസർഗോഡ് വരെ പോണോ? മുരിങ്ങക്കോല് പോലൊരു പെണ്ണ്. മുരിങ്ങക്കോലേ ശരീരത്തിന് ബെസ്റ്റാ. ഞാനൊരു റിക്വസ്റ്റ് അയച്ചായിരുന്നു, കിട്ടിയോ? ശ്യാമപ്രസാദേ അക്സെപ്റ്റ് ചെയ്തില്ല. ഉല്ലാസേട്ടനെ നമ്മുടെ ട്രൂപ്പിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ ഇൻസ്റ്റയിലുണ്ടോ? തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, ഞാൻ പഠിച്ചു വരട്ടെ. താമസം ചെയ്തുണ്ടാവും. യോഗ ഇൻസ്റ്റാഗ്രാമിൽ 1000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. എത്രയാണ്? 1007. ഓ പിന്നെ ഇപ്പൊ 99 രൂപയ്ക്ക് ചാർജ് ചെയ്ത ഡെയിലി 2 GB ഡാറ്റ വെച്ച് കിട്ടും. അല്ലേ വണ്ടിയൊന്നും ഒതുക്കി നിർത്തണേ, മൂത്രം ഒഴിക്കണം. മുന്നോട്ട് അല്പം ഒതുക്കി നിർത്തേ, ധന്യയുടെ അച്ഛന് മൂത്രം ഒഴിക്കാനാ. നീ എന്റെ കെയർ മൂത്രം ഒഴിക്കണ്ട, എനിക്ക് വേണേ എനിക്ക് പറയാറേ. ഒന്ന് ഒതുക്കി നിർത്തേ. എവിടെ കൊണ്ടാണ് വണ്ടി നിർത്തുന്നത്? ഞാൻ പറഞ്ഞിട്ടാ, അത് ബസ് സ്റ്റോപ്പല്ലേ, വിട്ടോ. ഇയാളത് എവിടെ നോക്കി കയറുന്നത്? കയറുന്ന വഴിയിലാണ് ചെരുപ്പൂരി വെക്കുന്നത്. പിന്നെ എന്നെ തലയെ കൊണ്ട് വെക്കണോ ഞാൻ? എവിടെയെങ്കിലും കൊണ്ട് വെക്കണോ? എനിക്കിത് ഉണ്ടാക്കല്ലേട്ടാ, പോയി തരത്തിപ്പുകൾ ഇപ്പോ. അതെ, വലിയ ആളാവാൻ പറഞ്ഞ ഒറിജിനൽ ദാസേട്ടനോട് വായിച്ചിട്ടുള്ള ആളാ ഞാൻ. വണ്ടിക്കകത്ത് വഴക്കുണ്ടാക്കാതെ. ഓട്ടറാവേ, നീ ഇങ്ങോട്ട് വാ. ദാ, നീ പുറകോട്ട് ഇരി. സാധനം കാണിച്ചട്ടെ. കാര്യം പറയാം, 99 രൂപ ചാർജ് ചെയ്താൽ 2 GB ഡെയിലി കിട്ടും. എന്താ പോലെ? സൗമ്യ, നിന്റെ അച്ഛൻ സർക്കസ് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചെരുപ്പ് ചവിട്ടല്. അതെ, ഈ പ്രിൻസിപ്പലിന്റെ റൂമിലും പോലീസ് സ്റ്റേഷനൊക്കെ പോകുമ്പോ ഒരാൾ കൂടെയുള്ളതെന്നല്ല, ഞാനിവിടെ വരാം. എന്നെ കണ്ടപ്പോ പിള്ളേർ കൈയടിച്ച കണ്ട. പിള്ളേർക്ക് അതിനുള്ള അറിവില്ലേ ഉള്ളൂ. മോനെ, പ്രിൻസിപ്പാളിന്റെ റൂം എവിടാ? Go straight and turn right. Arjun, don't talk to strangers. We are not beggars. മിസ്റ്റർ ജേക്കബ്, ഇങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രൂപ്പ് വണ്ടി മേലാൽ ഉപയോഗിക്കാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ടാ. ഞാനും പല സ്ഥലങ്ങളും പറയും, അപ്പൊ നിർത്തി തരണം. അങ്ങനെ അങ്ങോട്ട് ചോദിക്കും. ഉല്ലാസേട്ടൻ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ ബ്രോ? സീനിയോറിറ്റിയിലൊന്നൊരു കാര്യമില്ല, പാട്ടിലാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഉല്ലാസിന്റെ പാട്ടാ നല്ലത്. ഇവിടെ മൂത്രം ഒഴിക്കാനുള്ള സെറ്റപ്പ് മനഃപൂർവ്വം ചവിട്ടുന്നതാണ് അവര്. ഉല്ലാസാറ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അയ്യോ, സാറെന്നൊന്നും വിളിക്കണ്ട. ഏയ്, കലാകാരന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ, നമ്മുടെ സ്കൂളിന്റെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ പണി കഴിയാറായി. 2 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാനാണ് പ്ലാൻ. അതിനാണ് ഉല്ലാസിന്റെ ഒരു സഹായം. ഉല്ലാസ് അങ്ങനെ ഇതുവരെ ഉദ്ഘാടനം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മാഡത്തിന് നിർബന്ധമാണെങ്കിൽ ചെയ്യടാ. ഉദ്ഘാടനം കുറച്ചും കൂടി നല്ലൊരാൾ ചെയ്യുന്നതല്ല. അയ്യേ, ഉദ്ഘാടനം ഒന്നും ചെയ്യണ്ട, അതിന് ഞങ്ങൾ വേറൊരാളെ നോക്കുന്നുണ്ട്. ആരെ? ഇവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ ബന്ധുവാ ഇടവേള ബാബു. ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്.
ഇതിപ്പോൾ പലരുടെ കയ്യിൽ നിന്നും പിരിച്ചും ഡൊണേഷൻ വാങ്ങിയും അലുമിനി അസോസിയേഷനുമായിട്ട് സഹകരിച്ചൊക്കെയാണ് പണിതത്. അവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു ഷോ ചെയ്ത് കൊടുക്കാനാണ് പ്ലാൻ. അതെ. പോയി സൗമ്യ വിളിച്ചിട്ട് വാ. അങ്കിൾ വി ആർ ഇൻ എ ക്യൂ. ഓൾഡ് മലയാളം മീഡിയം മുട്ടി നിൽക്കും വേണോ ഒരു കാലത്ത് ഇംഗ്ലീഷ്. ഇങ്ങനൊരു ആവശ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് വന്നാണ് കാണേണ്ടത്. പലതവണ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴും സൗമ്യ പറഞ്ഞത് വീട്ടിലേക്ക് വരണ്ട, ഫിലിം സോങ്സിൻ്റെ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈയിലാണെന്ന്. അതാട്ടോ ഒഴിവ് പോലെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ലേറ്റസ്റ്റ് ഏത് മൂവിയിലാണ് പാടിയത്? അത് സിന്ദ മേര ബിന്ദ ഹിന്ദിയാ. ഇറങ്ങുമ്പോൾ ഒന്ന് കാണണം. കണ്ടാ പറയണേ. അച്ഛനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചിട്ടാണോ അച്ഛൻ്റെ പ്രോഗ്രാം ഇവിടെ വെക്കേണ്ടെന്ന് പറഞ്ഞത്? കുട്ടികൾക്കെല്ലാം ഏതോ ബാൻഡോ DJ ഒക്കെ മതി. ഒരു പേപ്പർ തരുമോ? A4 പേപ്പർ അല്ലേ? A4 ആപ്പിൾ അല്ലേ? ഹാഷ്മി ഒരു പേപ്പർ കൊടുക്കൂ. എന്തായാലും നമ്മുടെ പരിപാടി ഉഷാറാക്കി തരണം. ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. വേറെ ഏത് ട്രൂപ്പിനെ വിളിച്ചാലും നമ്മൾ എന്തായാലും പൈസ കൊടുക്കണം. ഇവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ പേരൻ്റ് ഈ മേഖലയിലുള്ളപ്പോൾ നമ്മൾ എന്തിനാ വല്ലവർക്കും പൈസ കൊടുക്കുന്നത്? ഉല്ലാസമാകുമ്പോൾ അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുമല്ലോ. വിട്ടോ വിട്ടോ. ചേട്ടാ ഈ ചുടിച്ചായ എവിടെ വെക്കണ്ടേ? അല്ല ചേട്ടാ 5-6 വർഷം മുമ്പ് ഇവിടെ പടം വന്നല്ലേ? അന്ന് പാടി ചടിതിണ്ടല്ലോ, ഇടുകിണ്ടിട്ടാ ഇന്നും പടന്നുണ്ട്. ഹലോ, നിങ്ങളുടെ പരിപാടി കറക്റ്റ് ടൈം തുടങ്ങാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെന്താ തുടങ്ങാലോ. ജയിക്കപ്പെട്ട എന്തേ? അകത്തുണ്ട്. ഹലോ, അവിടെ നീ ആ ഫോൺ സൈഡിൽ കൊടുത്തേ. ഇവിടെ പോലീസാന്ന് പറഞ്ഞ് കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാ യാത്രയും ഇങ്ങനെയൊക്കെ തന്നെ. ആ ഘോഷയാത്ര ആകുമ്പോൾ ഇത്തിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. താനിങ്ങോട്ട് കൂടുതൽ അരി പറക്കാൻ നിൽക്കണ്ട. ഞാൻ എമ്മനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പുറകിലോട്ട് വന്നേ. ആ എടാ, ഞാൻ SI വിളിച്ചൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. താലപ്പൊലിക്കൊക്കെ നല്ല പിള്ളേർ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇനി വരാം. ഞാൻ ഇവിടെ ഗാനമേളയ്ക്ക് പാടാൻ വന്ന 2-3 പീസുകളുണ്ട്. ഞാൻ അതുങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ശരി. ഇതാ കണ്ടില്ലേ, അടച്ചു പൂട്ടിയ ഒരു ഗ്രീൻ റൂം വേണമെന്ന് പറഞ്ഞതല്ലേ ഇങ്ങടത്ത്? എഗ്രിമെന്റിൽ അത് ഉണ്ടായിരുന്നു. അല്ല, ഈ ഓല വലിച്ചു കെട്ടിയതിനകത്ത് പെണ്ണുങ്ങൾ എങ്ങനെ ഡ്രസ്സ് മാറും? 10 മണിന്ന് സാബുണിങ് വിളിച്ചേ. എന്തിനാ മറിക? ഞാൻ നോക്കട്ടെ. ഇതെന്താ കുഴപ്പം? ഇവിടെ ഒന്നും ആരും ഒളിഞ്ഞു നോക്കത്തൊന്നുമില്ല. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ഈ ഫീമെയിൽസിനെ. ഓ പിന്നെ ഫീമെയിൽസ് ഉത്സവ പറഞ്ഞ് പാട്ട് നടക്കുന്ന പെമ്പിളാരല്ലേ? ഇതൊക്കെ ധാരാളം മതി. അല്ല സുഹൃത്തെ, നിങ്ങളുടെ അമ്മയും പെങ്ങളും ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നുഴ മാറാൻ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമായിരിക്കും, പക്ഷെ അവർ സമ്മതിക്കില്ല. താൻ എന്ത് വർത്താനം പറയുന്നത്? വർത്താനം പറയുന്നു. അതെ, ഇച്ചിരി ചൂടുവെള്ളം കിട്ടാൻ വല്ല വഴിയുണ്ടോ? തൊണ്ടയ്ക്കൊരു വെള്ളവും ഫുഡൊക്കെ അപ്പുറത്തെ ചായക്കട അറേഞ്ച് ചെയ്തിട്ടുണ്ട്.